ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 160 നമ്മുടെ 15-ാമത്തെ അധ്യായത്തിലെ മണ്ഡലം 1-ലെ 15-ാമത്തെ അധ്യായത്തിലെ 103-ാമത്തെ മന്ത്രമാണ് ഇന്ന് നോക്കുന്നത്. ഇതിലെ ദേവതയും ഇന്ദ്രൻ തന്നെയാണ്. അപ്പം ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടേ പറയുന്നതാണ്, സയൻസിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ശാസ്ത്രീയമായിട്ടാണ് വേദം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ആധുനിക സയൻസ് ആ തരത്തിൽ അത്രയും ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം, ആധുനിക സയൻസിന് അറിയാതെ കൊണ്ടല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചോ, ആയുർവേദ മരുന്ന് ഇന്നെല്ലാം എടുത്തിട്ട് കൂട്ടിച്ചേർത്തിട്ട് തിളപ്പിച്ചാൽ മരുന്നാവുന്നുള്ള നമുക്കറിയാമെന്ന് വെച്ചോളൂ. പക്ഷെ അത് സയൻസാണ്. സയൻസ് ഉണ്ടായതുകൊണ്ട് ആ മരുന്നാവില്ല. മരുന്നാണെങ്കിൽ ആ സയൻസ് തത്വം അനുസരിച്ച് നമ്മൾ ഇതിനെയെല്ലാം ചെടികളെല്ലാം വേരുവ അതും ഇതുമെല്ലാം ക്ലീൻ ചെയ്ത് മുറിച്ച് തറച്ച് അതിൻ്റെ അകത്തിട്ട് അടിയിൽ അഗ്നി കൊടുക്കണ്ടിക്ക് അഗ്നി കൊടുത്തു കഴിഞ്ഞാലേ അത് മരുന്നാവുകയുള്ളൂ. അപ്പോൾ അതിനെന്ത് വേണം? ഏകോപിപ്പിക്കാനുള്ളൊരു ശക്തി വേണം. അപ്പോൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു മേസ്ത്രി ഉണ്ടാവും, സൂപ്പർവൈസർ ഉണ്ടാവും, എൻജിനീയർ ഉണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും, കോർഡിനേറ്റർ ഉണ്ടാവും. അതുകൊണ്ടാണ് ആധുനിക സയൻസിൽ എൻജിനീയറിംഗ് ഒന്നും പഠിച്ചാൽ പോരാ, ഒരു മാനേജ്മെൻറ്റ് അറിയുന്ന ആൾക്കാരെല്ലാം അഡ്മിനിസ്ട്രേഷനെല്ലാം അതിൻ്റെ അകത്തുള്ളൂ. ഇപ്പം നമ്മുടെ യജ്ഞത്തിലൂടെ എന്താണ് ചെയ്യുന്നത്? കുറേ ചെടികളെ വേരും അതും ഇതുമെല്ലാം മരുന്നാക്കുകയാണ്. അപ്പം ആ ഒരു പ്രോസസ്സ് അതിൻ്റെ അകത്ത് വലിയ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അവിടെയും അതിനെ ഏകോപിപ്പിക്കാൻ ആറ്റങ്ങളെ തന്മാത്രകളെ പൊട്ടിക്കണം, കൂട്ടിച്ചേർക്കണം, അതിനെയെല്ലാം ഏകോപിപ്പിക്കാൻ ഒരു MBA-കാരൻ അവിടെ വേണം. അത് ആധുനിക സയൻസ് ചിന്തിക്കുന്നില്ല. ഏതോ ഒരു ശക്തി ആ സയൻസിൽ നിന്ന് വന്നിട്ട് അതിനെ ഏകോപിപ്പിക്കുന്നുണ്ട്. അതില്ലാതെ ഒരു കർമ്മം നടക്കില്ല, നമുക്ക് നടക്കുന്നില്ല. സയൻസ് മാത്രം ഉണ്ടായാലാവില്ല, അതിനെ ഏകോപിപ്പിക്കാൻ ആരെങ്കിലും വേണം. അതുപോലെ അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിലും ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം. ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് വേദം പറയുന്നത്. ആ ഇന്ദ്രനെ നിങ്ങൾ മനസ്സിലാക്കണം. ആ ഇന്ദ്രനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ആ സിസ്റ്റത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം പ്രൊഡക്റ്റായി മാറണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു സയൻസ് വേണം. സയൻസ് ഉണ്ടെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താലേ അതൊരു പുതിയ വസ്തുവായി മാറുകയുള്ളൂ. അപ്പോൾ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കാൻ, മേസ്ത്രിപ്പണിയെടുക്കാൻ ഒരു MBA-കാരൻ വരുന്നുണ്ട്. അതാണ് ഇന്ദ്രൻ. ഒരു വീട് വെക്കുമ്പോൾ മേസ്ത്രിക്കാണ് വലിയ പ്രാധാന്യം. എല്ലാവരും ചോദിക്കും, ആരാണ് ഇതിനെ ഏകോപിപ്പിച്ച, ആരാണ്? ആ മേസ്ത്രിയാണെന്ന് പറയും. അപ്പോൾ അതാണ് MBA, അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്ന മാനേജ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്തും നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ പ്രൊഡക്റ്റ് ആക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ആ ഇന്ദ്രൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. എപ്പോഴാണ് ഇന്ദ്രൻ നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയെല്ലാം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തേൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 103-1. ഋഷി കുത്സൻ, ദേവത ഇന്ദ്രൻ, ഛന്ദസ് തൃഷ്ടുപ്പ്. തത്ത ഇന്ദ്രിയം പരമംബുരാജൈർ അധാരയന്ത കവയപുരേദം ക്ഷമേദമന്യത് ദിവ്യന്യഭ്യസ്യ സമീപൃച്യതേ സമനേവ കേതുഃ. ഇന്ദ്രൻ്റെ സൂര്യരൂപവും ഉത്തമമായ ശക്തിയും ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയിൽ അഗ്നിരൂപമായ ഈ ബലത്തെ യജ്ഞരൂപത്തോടുകൂടി മഹർഷിമാർ വഹിച്ചിരിക്കുന്നു. ഈ രണ്ട് ബലങ്ങളും ധ്വജങ്ങൾ പോലെ കൂട്ടിച്ചേരുന്നു. ഇന്ദ്രനോട് പറയുകയാണ്, അങ്ങയുടെ സൂര്യരൂപം, അങ്ങ്
സൂര്യരൂപത്തിലുണ്ട്. സയൻസിൽ നിന്നാണ് ഈ പ്രേരക ശക്തി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും ഗ്രഹങ്ങളാണ് അതിനെ സ്വാധീനിക്കുന്നത്. അതാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നതും അതിനെ പ്രേരിപ്പിക്കുന്നത് ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് അങ്ങ് സൂര്യരൂപമാണ്, ഉത്തമമായ ശക്തിയായിട്ട് ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആകാശത്തിലുള്ള ഗ്രഹങ്ങളെല്ലാമാണ് അതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. നേരത്തെ പറഞ്ഞു, ആ ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ ഇപ്പം നമ്മൾ കല്യാണമെല്ലാം ഇപ്പം നടക്കുന്ന ജ്യോത്സ്യരെടുത്ത് പോയി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെല്ലാം ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് എല്ലാ കർമ്മവും. അത് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇതൊന്നും വേദങ്ങൾ പറയുന്നതല്ലാതെ ആർക്കും മനസ്സിലായിട്ടില്ല ആധുനിക സയൻസ്. അപ്പം ആ ഗ്രഹങ്ങളിൽ നിന്നാണ്, അതാണ് അതിൻ്റെ സയൻസ്. അടിസ്ഥാന സയൻസ് ആ ഗ്രഹങ്ങളാണ് അവയെ പ്രേരിപ്പിക്കുന്നത്. ആ പ്രേരിപ്പിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. രാവിലെ ആകുമ്പോൾ നമുക്ക് ശരീരത്തിൽ വിശപ്പുണ്ടാക്കും. വിശപ്പുണ്ടാക്കുമ്പോൾ നമ്മളെ ചിന്തകളിലേക്ക് വരും, ഇന്നെന്താണ് ഉണ്ടാക്കേണ്ടതെന്നും നമ്മളതിലേക്ക് യജ്ഞത്തിലേക്ക് പോകും, ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് കിടക്കുന്നത്. രാവിലെ എന്തുണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. രാവിലെ സൂര്യൻ്റെ പൊസിഷൻ. ഉച്ചയ്ക്ക് ഇന്നത് ഉണ്ടാക്കണമെന്ന് രാവിലെ ദോശ, ഉച്ചക്കല്ലാതെ രാവിലെ അല്ലാതെ ബിരിയാണി അല്ല. അത് ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ചാണ് നമ്മളെ ചിന്താഗതികൾ പോകുന്നത്. അപ്പം ആകാശത്ത് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ആകാശത്തു നിന്നാണ് അങ്ങേക്കുള്ള പ്രേരക ശക്തി വരുന്നത്. ഭൂമിയിൽ അഗ്നിരൂപത്തിൽ അതുണ്ട്. അഗ്നിയാണ് പ്രേരിപ്പിക്കുന്നത്, അഗ്നിയാണ് യോജിപ്പ്. അപ്പം അഗ്നിരൂപത്തിലുള്ളതും ഇന്ദ്രൻ തന്നെയാണ്. യജ്ഞരൂപത്തോടുകൂടി മഹർഷിമാർ വഹിച്ചിരിക്കുന്നു. അങ്ങേ വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മഹർഷിമാരിലൂടെയാണ് ശാസ്ത്രജ്ഞാനങ്ങൾ, യജ്ഞങ്ങൾ, അതായത് വേദത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസും വേദത്തിൽ ഋഷികൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഋഷികളത് ഗ്രഹിച്ചിട്ട് നിന്നെ പ്രേരിപ്പിക്കുന്നു യജ്ഞത്തിന്. ഈ രണ്ട് ബലങ്ങളും ധ്വജങ്ങൾ പോലെ കൂടിച്ചേരുന്നു. അപ്പം ആകാശത്തു നിന്നുള്ള ഗ്രഹങ്ങളുടെ പ്രേരണ വരുമ്പോൾ ഋഷികൾ പറഞ്ഞ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ യജ്ഞത്തിലേക്ക് പോകുന്നത്. ഋഷികൾ എങ്ങനെ വിശപ്പ് വരുമ്പോൾ എങ്ങനെ എന്ത് ചെയ്യണം എന്നല്ല, ഋഷികൾ ഭക്ഷണം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം എന്നെല്ലാം ആ പണ്ട് കാലത്ത് വന്നു തന്നെയാണല്ലോ. നമ്മളിപ്പോൾ അതിൻ്റെ ചെറിയ മാറ്റം വരുത്തി എന്നല്ലാതെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നെല്ലാം പണ്ട് വിശപ്പ് വരുമ്പോൾ ഇന്ന ചെയ്യണം, മറ്റേത് വരുമ്പോൾ ഇന്ന ചെയ്യണം എന്നെല്ലാം ഋഷികൾ, രോഗം വരുമ്പോൾ ഇന്ന മരുന്നുണ്ടാക്കി കഴിക്കണം എന്നെല്ലാം ഡോക്ടർ വേദങ്ങളിൽ അല്ലെങ്കിൽ ആധുനിക ഡോക്ടർമാരെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് സയൻസിലൂടെ. അതിനനുസരിച്ച് ഗ്രഹങ്ങൾ നമ്മൾ സ്വാധീനിച്ച് നമ്മളെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിക്കുന്നു. ഇനി 2 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 103-2 സധാരയത് പൃഥ്വീം പപ്രഥച്ച വജ്രേണ ഹത്വാ നിരവസർജാം അഹൻ അഹീം അഭിനദ്രൗഹിണം വ്യഹൻ വ്യംസം മഖവാശജീഭിഹി. ഇന്ദ്രൻ ഭൂമിയെ വിശാലമാക്കി വൃത്രനെ സംഹരിച്ച് മഴ പെയ്യിപ്പിച്ചു. അഹി, രോഹിണൻ എന്നീ അസുരന്മാരെ ഇല്ലാതാക്കി വ്യാഹനെ കൊന്നു. 2 പറയുന്നത് ഇന്ദ്രനാണ് ഭൂമിയെ വിശാലമാക്കിയത്. ഇങ്ങനെ വിശാലമായ ഭൂമി സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ആരുണ്ട്? ഇന്ദ്രനുണ്ട്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയതല്ല, പല രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഉണ്ടായിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളെല്ലാം നിർമ്മിച്ചിട്ട് അത് കൂടിച്ചേർന്നിട്ടാണ് ഈ എല്ലാം ഉണ്ടായത്. അപ്പം ഭൂമിയെ വിസ്താരമായി നമുക്ക് താമസിക്കേണ്ട തരത്തിൽ ഉണ്ടാക്കി വെച്ചതും ഇന്ദ്രൻ തന്നെയാണ്. അതിനെല്ലാം ഇപ്പം നമ്മളൊരു വീട് ആരാണെന്ന് ചോദിച്ചാൽ മേസ്ത്രി എന്ന് ഒറ്റയടിക്ക് പറയാം. ഏതോ ഒരു മേസ്ത്രിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇന്ദ്രനാണ് ഭൂമിയെ വിശാലമാക്കി. അവൻ ആരെയെല്ലാം നശിപ്പിച്ചു? കുറേ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ പറയുന്നുണ്ട്. വൃത്രനെ നശിപ്പിച്ചു, മഴ പെയ്യിച്ചു. അപ്പം ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? മഴ പെയ്യണം. മഴയുള്ളിടത്തല്ലേ ചെടികളെല്ലാം വളരുള്ളൂ. അപ്പോൾ ആകാശത്തുനിന്ന് മേഘങ്ങളെ കൂട്ടിയോജിപ്പിച്ച് അതൊരു രാസപ്രവർത്തനമാണ്. അതിലൂടെ മഴ പെയ്യിക്കുന്നതും ഇന്ദ്രനാണ്.
അപ്പം എല്ലാത്തിൻ്റെ പിന്നിലും ഒരു പ്രേരക ശക്തിയുണ്ട്. അത് ആധുനിക സയൻസ് ഇതുവരെ ആ തരത്തിൽ ചിന്തിച്ചിട്ടില്ല. പിന്നെയോ അഹി, രോഹിതൻ, പിന്നെയോ വ്യാഹൻ എന്നീ അസുരന്മാരെ കൊന്നു. അസുരന്മാർ എന്ന് പറയുമ്പോൾ നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ, നമ്മൾ ഒരു സാധനത്തെ വേറൊന്നാക്കുമ്പോൾ ദർ ഈസ് എ റിയാക്ഷൻ. നമ്മൾ സയൻസ് പഠിപ്പിക്കുന്നതാണ്. എവ്രി ആക്ഷൻ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ദർ ഈസ് എ റിയാക്ഷൻ. ഒരു അരിയിനെ ചോറാക്കാൻ പോകുമ്പോൾ ദർ ഈസ് എ റിയാക്ഷൻ. ആ അരി എതിർക്കും. അപ്പം നമ്മൾ ബലം പ്രയോഗിച്ചിട്ടാണ് അതിനെ പൊട്ടിച്ചിട്ടല്ല. നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് അരി കയറിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. അവിടെ ആരാണ് പൊട്ടിക്കുന്നത്? പദം വരുത്തുന്ന ഇന്ദ്രനാണ്. അപ്പോൾ അങ്ങനെ കുറേ തരം അസുരന്മാർ, എതിർക്കുന്ന ശക്തികൾ പലതരമാണ്. നമുക്കറിയാലോ, നടക്കുമ്പോൾ നമ്മൾ എതിർക്കുന്ന ആരാണ്? ദർ ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ന്യൂട്ടന്റെ തേർഡ് ലോ, ദർ ഈസ് എ റിയാക്ഷൻ. സയൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തമോ ഗുണം, എതിർക്കുന്ന സ്വഭാവം. ആ എതിർപ്പിനെ, തമോ ഗുണത്തെ മറികടന്നിട്ടാണ് ഇന്ദ്രൻ പുതിയ വസ്തുവാക്കി മാറ്റുന്നത്. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 103 സ ജാതു ഫർമാ ശ്രദ്ധദാന ഓജപുരോ വിഭിന്ദൻ അജരദ്വിദാസി വിദ്വാൻ വജ്രൻ ദശേവ ഹേതിം അസ്യാര്യം സഹോ വർത്തയ ദുംനമിന്ദ്ര. ഇന്ദ്രൻ വജ്രങ്ങൾ കൊണ്ട് ശത്രുദുർഗങ്ങൾ തകർക്കുന്നു. ദൈത്യന്മാരുടെ മേൽ വജ്രായുധം പതിപ്പിക്കുന്നു. ആര്യന്മാരുടെ ബലവും കീർത്തിയും വർദ്ധിപ്പിക്കുന്നു. എന്താണ് പറയുന്നത്? വജ്രധാരിയായ ഇന്ദ്രൻ. ഇന്ദ്രൻ എന്തിനാണ് വജ്രം? ഏത് പ്രവൃത്തി എന്ന് പറഞ്ഞാലും പൊട്ടിക്കുക, കൂട്ടിച്ചേർക്കുകയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. അരി വെള്ളമാകുമ്പോൾ എന്ത് സംഭവിക്കും? അരി ഹാർഡാണ്. അതിനെ പൊട്ടിച്ച് വെള്ളത്തിൻ്റെ സപ്പോർട്ടോടും കൂടി വെള്ളത്തിനെയും പൊട്ടിച്ചിട്ട് തന്മാത്രകളെല്ലാം ചേർത്തിട്ടാണ് അത് പദമായി തീരുന്നത്. അതിൻ്റെ ഇടയ്ക്കെല്ലാം വെള്ളത്തിൻ്റെ തന്മാത്രകളെ കുത്തി നിറയ്ക്കും. എന്നിട്ട് അവരെ തമ്മിൽ പൊട്ടിച്ചിട്ട് യോജിപ്പിക്കും. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ വീട് വെക്കുക എന്നാണ് കല്ല് പൊട്ടിക്കും, സിമെൻറ്റ് വെച്ച് യോജിപ്പിക്കും. എല്ലാം പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലുമാണ്. അപ്പോൾ ഇന്ദ്രൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പൊട്ടിക്കലും, ഇതിൻ്റെ അകത്തും പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലുമാണ്. അതിന് പൊട്ടിക്കാനുള്ള ഏറ്റവും ഹാർഡായ ഒരു ആയുധം ഇന്ദ്രന് പറയും. കാരണം എല്ലാം ചെയ്യുന്നത് ഇന്ദ്രനായതുകൊണ്ട് ഏത് കട്ടിയുള്ളതാണെങ്കിൽ ഇന്ദ്രൻ പൊട്ടിക്കും, പാറേനെയും പൊട്ടിക്കും. അപ്പം കൈമലെന്ത് വേണം? ഏറ്റവും ഹാർഡായ ആയുധം വേണം. ഏറ്റവും ഹാർഡായ വസ്തു വജ്രമാണ്. അതുകൊണ്ട് ഇന്ദ്രൻ്റെ ആയുധം വജ്രം എന്ന് കഥയിൽ പറഞ്ഞു വിട്ടു എന്നേ ഉള്ളൂ. അല്ലാതെ പഴം മുറിക്കാൻ വേണ്ടി ഇന്ദ്രൻ വജ്രായുധമൊന്നും എടുത്ത് പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പം നീ വജ്രധാരിയായി ശത്രുദുർഗങ്ങളെയെല്ലാം തകർത്ത് പൊട്ടിച്ചിട്ട്, ഒരു കല്ല് പൊട്ടിക്കുമ്പോൾ നമ്മൾ അടിക്കുമ്പോൾ എന്താ പറ്റുന്ന? ആ കല്ല് അതിനെ എതിർക്കും. അതുകൊണ്ടാണ് തീ പാറുന്നത്. അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. അസുരൻ അതിനെ എതിർക്കുന്ന ശക്തി, റിയാക്ഷൻ. ഇന്ദ്രൻ ആക്ഷൻ പ്രയോഗിക്കും, എതിർക്കുന്ന ശക്തി. അപ്പോൾ ആ ശത്രുദുർഗങ്ങളെയെല്ലാം തകർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? കാര്യം സാധിപ്പിക്കുന്നത്. ദൈത്യന്മാരുടെ മേൽ വജ്രായുധം പതിപ്പിക്കണേ. നീ നിന്റെ വജ്രായുധം എടുത്ത് പ്രയോഗിക്കണം. നമ്മളിപ്പോൾ ഒരു മരത്തിൻ്റെ ആളെ വിളിച്ചാൽ, കാർപ്പൻറ്ററെ വിളിച്ചാൽ അയാൾ ചെയ്യുന്നത് എന്താണ്? മുറിക്കലും തറിക്കലും കൂട്ടിച്ചേർക്കലും തന്നെയാണ്. അങ്ങനെയാണ് ഇന്ദ്രൻ ചെയ്യുന്നത്. ചെടികൾ നീരെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള തന്മാത്രകളെല്ലാം പൊട്ടിച്ച് വേറൊരു തരത്തിൽ കൂട്ടിയിട്ടാണ് നമുക്ക് ഈ മരുന്നായിട്ട് മാറ്റുന്നത്. കുറച്ച് കെമിസ്ട്രി പഠിച്ചാൽ പെട്ടെന്ന് ഇത് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും. പക്ഷേ ഇവിടെ അറിയാതെ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു പ്രേരക ശക്തി ഉണ്ടാകുന്നുണ്ട്, ഏകോപിപ്പിക്കുന്ന ശക്തി. ആര്യന്മാരുടെ ബലവും കീർത്തിയും വർദ്ധിപ്പിക്കണം. എന്തുകൊണ്ടാണ് ആര്യന്മാരുടെ ബലവും കീർത്തിയും? ആര്യന്മാര് സയൻസ് കണ്ടെത്തി, വേദങ്ങളിലൂടെ എല്ലാം പറഞ്ഞു തന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഇപ്പം കണ്ടെത്തിയിട്ടേ ഉള്ളൂ. ആര്യന്മാരും ശരിക്കും എഴുതി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ബലവും കീർത്തിയും. ആര്യന്മാരുടെ കീർത്തി നശിച്ചു പോയ എന്തുകൊണ്ടാണ്? ഈ പുസ്തകത്തിലുള്ള ഇതൊന്നും മനസ്സിലാക്കാതെ
ഇതിന് വലിയ അർത്ഥമൊന്നുമില്ല, ഇതിൽ സയൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തലക്കടിയിൽ വെച്ച് കിടന്നത് കൊണ്ടാണ് ഉരുവിട്ട് നടന്നു. ചുമ്മാ ഇങ്ങനെ ഉരുവിട്ടാൽ എന്തെല്ലോ ആവും പറഞ്ഞ് നടന്നു. അതുകൊണ്ടാണ് ആര്യന്മാരുടെ കീർത്തി പോയത്. ലോകത്തിൽ ആർക്കിത് വേണ്ട, കേൾക്കുമ്പം തന്നെ അതെന്തോ പഴഞ്ച എന്ന ചിന്താഗതി വന്നു. നേരെ മറിച്ച് ഇതിൻ്റെ അകത്തുള്ള ഈ ശാസ്ത്രതത്വങ്ങൾ പുറത്തേക്ക് പറഞ്ഞിരുന്നെങ്കിൽ ലോകം അന്തം വിട്ടുമായിരുന്നു, ആര്യന്മാരുടെ കീർത്തി അങ്ങ് ഉയരുമായിരുന്നു. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 103-4 തദൂജുഷേ മാനുഷോ യുഗാനി കീർത്തേന്യം മഖവാ നാമ ബിഭ്രത് ഉപപ്രയന്ദസ്യൂഹത്യായ വജ്രീ യദ്ധ സോനോ ശ്രവസേ നാമ ദധേ. ഇന്ദ്രൻ മനുഷ്യർക്ക് കീർത്തിക്കാൻ യോഗ്യമായ മഖവ നാമം സ്വീകരിച്ചുകൊണ്ട് സാധകന്റെ ശത്രുക്കളെ സംഹരിച്ചതിൽ നിന്നും ലഭിച്ച യശസ്സും ബലവും ധരിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് കീർത്തിക്കാൻ യോഗ്യമായ തരത്തിലുള്ള ഒരു രാജാവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട്, ഏറ്റവും ധീരനായ ഒരു യോദ്ധാവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണെന്ന് ഘോരമായ ശത്രുക്കളെയെല്ലാം സംഹരിച്ച് മനുഷ്യരുടെ പ്രതാപവും ഐശ്വര്യവും യശസ്സുമെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യജ്ഞം ചെയ്യുന്നവരുടെ യശസ്സും ബലവും. നമ്മളാണല്ലോ യജ്ഞം ചെയ്യുന്നത്. ഒരു സാധകനല്ലേ നമ്മൾ ഒരു യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രൻ വന്നിട്ട് നമ്മൾ സയൻസ് നോക്കി ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആയുധം എടുത്തു വന്ന് അതിനെ എതിർക്കുന്ന, ആ മാറ്റത്തെ എതിർക്കുന്ന ശക്തികളെല്ലാം അടിച്ചൊതുക്കിയിട്ട് നമ്മളെ യശസ്സും സൗഭാഗ്യമെല്ലാം ഉയർത്തി തരുന്നു. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 103-5 തദസ്യേദം പശ്യതാ ഭൂരിപുഷ്ടം ഷദിന്ദ്രസ്യ തത്തനാവീര്യായ സഖാ അവിന്ദൻസോ അവിന്ദനശ്വാൻ സ ഓഷധി സോ അപ സവനാനി. ഇന്ദ്രൻ്റെ പ്രസിദ്ധമായ പരാക്രമം നോക്കണം, അവൻ്റെ ശക്തിയെ ആദരിക്കണം. അവൻ ഗോക്കളെയും അശ്വങ്ങളെയും സമ്പാദിച്ചു, ഔഷധികളെയും ജലങ്ങളെയും വനങ്ങളെയും സമ്പാദിച്ചു. പറയുകയാണ്, മനുഷ്യരെ ഇന്ദ്രന്റെ പ്രസിദ്ധമായ പരാക്രമം നോക്കണേ. അദ്ദേഹത്തിന്റെ പരാക്രമം നിങ്ങൾ നോക്കുക. അദ്ദേഹം ഭയങ്കര പരാക്രമിയാണ്. ഏത് വസ്തുവിനെയും പുതിയ സ്റ്റേജിലാക്കി മാറ്റിത്തരും. എന്തിനേയും നല്ല സുന്ദരമായ വസ്തുക്കൾ, പാൽപ്പായസം ഉണ്ടാക്കി തരും. എന്താണ് നമ്മൾ കൊടുക്കുന്നത്? എന്താ സാധാരണ അരിയും കുറച്ച് പാലും ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല പാൽപ്പായസമായി കിട്ടും. അപ്പം അത് ഇന്ദ്രൻ്റെ മഹത്വമാണ്. അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്, ഒരു പാചക രീതിയുണ്ട്. അവൻ്റെ ശക്തിയെ ആദരിക്കും. അവൻ ആ രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കാൻ എന്തെല്ലാം അതിൻ്റെ അകത്ത് പാടുപെട്ടിട്ടുണ്ട് എന്നറിയോ? ആ രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കേണ്ട, അതിൻ്റെ ഘടനയിലെല്ലാം മാറ്റം വരുത്തിയിട്ട് അപ്പം അതിൻ്റെ പരാക്രമത്തെ നിങ്ങൾ ആദരിക്കൂ. അവൻ ഗോക്കളെ തരും. ഗോക്കൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ എന്ന അർത്ഥത്തിലെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ധനം. പണ്ടത്തെ കാലത്ത് ഗോക്കൾ എന്ന് പറയുന്നത് ധനമാണ്. അപ്പം ധനം തരും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് തരും, അശ്വങ്ങളെ തരും, ബലം തരും. നമുക്ക് ബലം കിട്ടും. എല്ലാത്തിലും നമ്മൾ ഔട്ട്പുട്ട് ചിലതിൽ ബലമാണ് കിട്ടുക, ഫോഴ്സാണ് കിട്ടുക. കാരണം കാറിലെല്ലാം ഇന്ധനമെല്ലാം കത്തുമ്പോൾ ബലമാണ് കിട്ടുന്നത്. ആ ബലത്തിൻ്റെ അകത്ത് ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വണ്ടിയെ തള്ളിക്കൊണ്ടു പോകുന്നത്. അപ്പം അശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ബലമായിട്ടെടുക്കണം, സമ്പാദിക്കും. ഔഷധങ്ങളെയും ജലങ്ങളെയും വനങ്ങളെയും സമ്പാദിക്കും. ഔഷധങ്ങൾ ഉണ്ടാക്കി തരും. ചെടികളിൽ ഔഷധം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതിൻ്റെ അകത്ത് വലിയ രാസപ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് അതിന് ഔഷധമാക്കിയിട്ട് മാറ്റുന്നത്. അല്ല ഇന്ദ്രനാണ്. ജലത്തെ ഉണ്ടാക്കുന്ന മഴ പെയ്യിപ്പിച്ചിട്ട് ജലമുണ്ടാക്കി തരും. ജലമുണ്ടാകുമ്പോൾ വനങ്ങൾ മുളച്ചു വരും. ചെടികളിൽ നിന്നിട്ട് ചെടികളെ മുളപ്പിക്കും, വലുതാക്കും. അവിടെ എല്ലാ രാസപ്രവർത്തനമാണ്. പ്രപഞ്ചം എന്ന് പറയുന്ന വലിയൊരു രാസശാലയാണ്, രസതന്ത്രശാലയാണ്. അതെല്ലാം ചെടികളും പഴങ്ങളും എല്ലായിട്ട് മാറുന്നത്. അതിൻ്റെ പിന്നിലെല്ലാം ഈ ഇന്ദ്രൻ എന്നൊരു സയൻസും ഉണ്ട്,
ഇന്ദ്രൻ എന്നൊരു മാനേജ്മെന്റ് ഫംഗ്ഷനും ഉണ്ട്. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 103 6. ഭൂമി കർമ്മണേ വൃഷഭായ വൃഷ്ണേ സത്യശുഷ്മായ സുനവാമ സോമം യ ആദൃത്യ പരിബന്ധീവ ശൂരോ യജ്വനോ വിഭജന്നേതി വേദഃ. നമുക്ക് ബഹുകർമാവും ശ്രേഷ്ഠനും ശക്തനുമായ ഇന്ദ്രനു വേണ്ടി സോമം പിഴിഞ്ഞെടുക്കാം. അവൻ അത്യാഗ്രഹികളും ദുഷ്കർമ്മികളുമായ ദുഷ്ടന്മാരുടെ ധനം തട്ടിയെടുത്ത് കർമ്മശീലരായ ഉപാസകന്മാർക്ക് വീതിച്ചു കൊടുക്കുന്നു. നമുക്ക് ബഹുകർമ്മങ്ങൾ, പല കർമ്മങ്ങൾ ചെയ്യുന്ന ഇന്ദ്രനെ, ശ്രേഷ്ഠനായ ശക്തനുമായ ഇന്ദ്രന് വേണ്ടി സോമം പിഴിയുക. സോമം പിഴിയുക എന്ന് പറഞ്ഞാൽ, സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്ന സാധനങ്ങൾ പിഴിഞ്ഞ് എടുക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധമായി എടുക്കുക, അരിച്ചെടുക്കുക, കഴുകിയെടുക്കുക, ഇതെല്ലാമാണ് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ സത്തെടുക്കുക എന്നാണ് അർത്ഥം. കരിമ്പ് തിന്നുന്നതിനെക്കാട്ടി നല്ലത് പിഴിഞ്ഞിട്ട് കരിമ്പിൻ്റെ ജ്യൂസ് കിട്ടിയാൽ അതല്ലേ നല്ലത്. അപ്പോൾ എന്തൊക്കെ ഒരു സാധനം ഉണ്ടാക്കേണ്ടി കഴിഞ്ഞ് ശുദ്ധ രൂപത്തിൽ എടുക്കുന്നതാണ് നല്ലത്. തേങ്ങാപ്പാൽ, തേങ്ങേൻ്റെ ചിരണ്ടി ഇട്ടിട്ട് അരി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഇട്ടാലും ഒരുമാതിരി പായസം കിട്ടും. നല്ല മറ്റേ അതിൻ്റെ പാല് പിഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പായസം കിട്ടും. അപ്പോൾ പിഴിഞ്ഞെടുക്കാം. ഇന്ദ്രന് വേണ്ടിയിട്ട് നല്ല ശുദ്ധമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ നല്ല ശുദ്ധമായ സാധനം തരും. അപ്പം നമുക്ക് ഇന്ദ്രന്, ധീരനായ ഇന്ദ്രന് വേണ്ടിയിട്ട് നമുക്ക് പിഴിയുക. അതായത് നമ്മൾ അധ്വാനിക്കണം. ഒന്നും ഉണ്ടാക്കാതെ എങ്ങനെയാണ് തിന്നാൻ പറ്റുമോ? തിന്നണ്ടെങ്കിൽ പാടുപെട്ട് ഉണ്ടാക്കണം. അതുമാതിരി എല്ലാ സാധനങ്ങളും ഇത് ആപ്ലിക്കബിൾ ആണ്. അവൻ അത്യാഗ്രഹികളായ ദുഷ്കർമ്മികളുമായ ദുഷ്ടന്മാരെയെല്ലാം ഹനിച്ചിട്ട് അവരുടെ ധനം തട്ടിയെടുത്ത് നമുക്ക് തരും. അതിൻ്റെ അകത്തുള്ള ശത്രുക്കളെ, ഇപ്പം അരിയുടെ അകത്തൊരു ശത്രു ഉണ്ട്. അരിനെ പദമാകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ധനം മുഴുവൻ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അരി വിറ്റ് കഴിഞ്ഞാൽ കിലോന് 40 റുപ്യാണെങ്കിൽ അത് ശത്രു പിടിച്ചു വെക്കുകയാണ്. സോഫ്റ്റ് അല്ലാതെ കൊണ്ട് ആർക്കും കൊണ്ട് തിന്നാൻ പറ്റില്ല. നേരെ മറിച്ച് ചോറായിരുന്നുവെങ്കിൽ നമുക്കൊരു ആ അരി ചിലപ്പോൾ ഒരു 200 റുപ്യക്ക് വിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്ത് വേണം? ഇന്ദ്രനെ വിളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ആ ശത്രുവിനെ ഇല്ലാതാക്കി അരിനെ നല്ല പദമുള്ള ചോറാക്കി മാറ്റിക്കഴിഞ്ഞാൽ നല്ല ധനം കിട്ടും. അപ്പോൾ അതുവരെ ഈ ധനം അല്ലെങ്കിൽ ഈ അസുരന്മാരെ തടഞ്ഞു വെക്കുകയാണ്, ധനം ഉണ്ടാക്കുന്നതിന് തടസ്സമായി നിൽക്കുകയാണ്. അപ്പോൾ ഈ അസുരന്മാരെയെല്ലാം കൊന്നിട്ട് നമുക്ക് ധനം നേടാം. അവരുടെ ധനം പിടിച്ച് നമുക്ക് തരും ഈ അസുരന്മാരുടെ. അങ്ങനെ തട്ടിയെടുത്ത് കർമ്മശീലരായ ഉപാസകർക്ക് നൽകുന്നു. ഇന്ദ്രനെ ആശ്രയിക്കുന്നവർക്ക് നൽകും ആ ധനമല്ല. നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ നമുക്ക് തരും പണം. അല്ലാതെ മിണ്ടാട്ടി ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒന്നും കിട്ടില്ല. പൈസ കിട്ടണ്ടെങ്കിൽ ഇന്ദ്രനെ ആശ്രയിക്കണം. ഇന്ദ്രനെ ആശ്രയിക്കണ്ടെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ വിലയുള്ള വസ്തുവാക്കിയിട്ട് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് തരും. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 103 7. തദിന്ദ്രപ്രേവ വീര്യം ചകർത്ത യത് സസന്തം വജ്രേണാബോധയോഹീം അനുത്വാ പത്നീർഹൃഷിതം വയശ്ച വിശ്വേ ദേവാസോ അമതന്നനുത്വാം. നിദ്രയിലാണ്ടിരിക്കുന്ന വൃത്രനെ വജ്രായുധത്താൽ തട്ടി ഉണർത്തിയത് വാസ്തവത്തിൽ ഇന്ദ്രൻ്റെ പരമമായ ശൗര്യം തന്നെയാണ്. ആ സമയം ഇന്ദ്രനെ പുഷ്ടനായി കണ്ട ദേവന്മാർ തങ്ങളുടെ പത്നി സഹിതം അത്യധികം ആനന്ദിച്ചു. ഈ ഉറങ്ങിക്കിടന്നിരുന്ന വൃത്രനെ ഉണർത്തിയിട്ട് നിന്റെ പരാക്രമം, ശൗര്യം അവൻ്റെ മേലെ കാണിച്ചു. അപ്പോൾ അരിയിലാക്കുന്നുണ്ട്, എതിർക്കുന്ന ഒരു ശക്തി ഒളിച്ചിരിപ്പുണ്ട്. അരിയിനെ നമ്മളെടുത്തിട്ട് കടിക്കാൻ നോക്കുമ്പോഴാണ് അയ്യോ ഇത് കടിക്കാൻ പൊട്ടുന്നില്ല, ഭയങ്കര ഹാർഡ്. കാരണം എന്താണ്, അതിൻ്റെ അകത്തൊരു ശത്രു ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് സമ്മതിക്കില്ല. അപ്പം അതിനെ ഉണർത്തിയിട്ട് കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അരി പിന്നെ എന്താവും? പദമായി മാറും. കൊല്ലണ്ടിക്ക് ആയുധം വേണം, എന്തെങ്കിലും സാധനങ്ങളെല്ലാം, വെള്ളം വേണ്ടി വരും, അഗ്നി വേണ്ടി വരും. അപ്പോൾ അത് നല്ല പദമായി മാറും. അപ്പം നീ ഉറങ്ങിക്കിടക്കുന്ന വൃത്രനെ സംഹരിച്ചിട്ട് നിന്റെ പരാക്രമം പ്രകടമാക്കുകയാണ്. അപ്പോൾ പൂജിക്കേണ്ട ദേവന്മാർ പത്നി സമേതമായിട്ട് നിന്നോടൊത്ത് ആനന്ദിച്ചു എന്ന് പറഞ്ഞാൽ ദേവതകൾ എന്താണ്? പ്രപഞ്ചത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാമാണ് ദേവതകൾ. ഈ ദേവതകളെയാണ് നമ്മൾ വേറൊന്നാക്കി മാറ്റുന്നത്. ഒരു ദേവതയെ പിടിച്ച് വേറൊരു ദേവതയാക്കി മാറ്റും. അരിദേവതയെ ചോറ് ദേവതയാക്കി മാറ്റും. എല്ലാം ദ്വയമായതുകൊണ്ട് അതിൻ്റെ അകത്ത് രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദ്വയമായിട്ടാണ് രാസപ്രവർത്തനം നടക്കുന്നത്. അതിൽ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. തന്മാത്രകളിൽ പൊട്ടിക്കുമ്പോൾ ഒന്നിന് പ്ലസ്സും വരും, ഒന്നിന് മൈനസും വരും. അതാണ് ഭാര്യമാരോടൊത്ത് ആനന്ദിച്ചിട്ട് പുതിയ അവസ്ഥയിലേക്ക് മാറുന്നു. ഒരു കല്ലിനെ പൊട്ടിക്കുമ്പോൾ കല്ലിൻ്റെ അകത്ത് ഒന്നിന് പ്ലസ്സും ഒന്നിന് മൈനസ് ചാർജും വരും. സ്റ്റാറ്റിക് എനർജി എന്നെല്ലാം പഠിച്ചിട്ടുണ്ടാവും. പൊട്ടുമ്പോൾ അവിടെ ബോണ്ടുകൾ ആണ് പൊട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഫ്രീ ആവും. ഒരു ഇലക്ട്രോൺ ഒന്നിൽ ഫ്രീ ആകുമ്പോൾ അവിടെ മൈനസ് വരും, ഇപ്പുറത്തേക്ക് പ്ലസ് വരും. അപ്പം ഭാര്യയും ഭർത്താവുമായി. അപ്പം ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ കല്ലും മണ്ണും ഈ അരി എല്ലാം ദേവതകളാണ്. അതിൻ്റെ അകത്ത് ഇന്ദ്രൻ പൊട്ടിക്കുമ്പോൾ രണ്ടായി മാറും. അപ്പം ഭാര്യയും ഭർത്താവുമായിട്ട് മാറും. പിന്നെ ഈ ഭാര്യനെയും ഭർത്താവിനെയും വേറെ ഭാര്യയെയും വേറെ ഭർത്താവുമായിട്ടെല്ലാം കൂടി ചേർത്തിട്ടാണ് പുതിയ വസ്തു ഉണ്ടാക്കുന്നത്. കെമിസ്ട്രി പറഞ്ഞവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇല്ലാത്തവർക്കൊന്നും കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് വളരെ ഹാപ്പി. ആ ഭർത്താവിനെയും ഭാര്യനെയും ഒരു തന്മാത്ര എന്ന് പറഞ്ഞാൽ ഭാര്യയും രണ്ടെണ്ണം കൂടിയതാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും. പൊട്ടിക്കുമ്പോൾ പ്ലസ് ഭർത്താവുമായി മാറി ഭാര്യയായി മാറി, മറ്റു ചേർന്നിരിക്കുകയാണ്, ഒന്നാണ്. ഇത് പൊട്ടിക്കുമ്പോൾ പ്ലസ്സും മൈനസും ആവും, ഭാര്യയും ഭർത്താവും. എന്നിട്ട് ഈ ഭർത്താവിന് അവന് ഇഷ്ടമുള്ള വേറൊരു ഭാര്യയുടെ അപ്പുറം ചേർക്കും, വേറെ തൻ്റെ ഭാര്യയുടെ അപ്പുറം ചേർക്കും. ഈ ഭാര്യ അവർക്ക് ഇഷ്ടമുള്ള മറ്റേ ഭർത്താവിൻ്റെ അപ്പുറം ചേർത്ത് കൊടുക്കും. അപ്പം രണ്ടുപേരും ഹാപ്പി. ഇല്ല, ഇവരെ ഒരുമാതിരി അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നിൽക്കുകയാണ്. കെട്ടിപ്പോയല്ലോ എന്ന് വെച്ചിട്ട് എപ്പോഴും കലയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി വേറെ രണ്ടെണ്ണം അപ്പുറത്ത് വന്നു. കെമിസ്ട്രിയാണ് പറയുന്നത്, ഇന്റേണൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇവർ രണ്ടുപേരും കെട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും തമ്മിൽ തല്ലായിരിക്കുമല്ലോ. അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റേതും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവരെ നിങ്ങൾ അടിപൊളി കൊണ്ടുണ്ടാകുന്ന മറ്റും ഇവനെ അങ്ങ് അടിച്ചിട്ട് മാറ്റും. ഈ ഭാര്യനെയും ഭർത്താവിനെയും വേറെയാക്കി. ഇപ്പറയും രണ്ട് ഭാര്യയും ഭർത്താവുണ്ട്, അതിനെ അടിച്ച് വേറെയാക്കി. എന്നിട്ട് ഈ ഭർത്താവിനെ എടുത്തിട്ട് ഇപ്പുറത്തെ ഭാര്യയ്ക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ശരി നിങ്ങൾ കൂടിച്ചേര്, നിങ്ങളും തമ്മിൽ കൂടിച്ചേരുക. അപ്പോൾ പുതിയൊരു സാധനം ഉണ്ടായി. ഇതാണ് കെമിസ്ട്രി. ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ രണ്ട് ദേവതകൾ സന്തോഷിക്കും. ആനന്ദത്തിൽ എന്താവുന്നു? പത്നി സമേതം അത്യധികം ആനന്ദിച്ചു. ഇനി ഇതെല്ലാം ഒരു കവിഭാവനയിൽ പറയുമ്പോൾ ഇങ്ങനെയെല്ലാം പറയുക. പക്ഷെ നമ്മളതിനെ സയൻസിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. സയൻസിലൂടെ മനസ്സിലാക്കണമെങ്കിൽ സയൻസ് അറിയണം, പ്രത്യേകിച്ച് കെമിസ്ട്രി അറിയണം. കെമിസ്ട്രി അറിയാതെ ഈ പരിപാടിയൊന്നും വേദത്തിലേക്കൊന്നും കിടക്കാൻ പറ്റില്ല. വേദം ശരിയായ 100% സയൻസാണ്. നമ്മൾ പുറത്തെ മാനേജ്മെൻറ്റ് തത്വം ഉപയോഗിക്കുന്നുള്ളൂ. ഫാക്ടറിൻ്റെ അകത്ത് മാനേജ്മെൻറ്റ് MBA വേണം, എഞ്ചിനീയർ വേണം. MBA വീട് വെക്കുമ്പോൾ മേസ്ത്രി വേണം, എഞ്ചിനീയർ വേണം, നിയന്ത്രിക്കാൻ കോർഡിനേറ്റ് ചെയ്യാൻ. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു കുക്ക് വേണം. ഇതെല്ലാം അറിയാം. ഇപ്പം ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇതെല്ലാം വേണം, എങ്കിലേ കാര്യം നടക്കുള്ളൂ. പെണ്ണിനെ യോജിപ്പിക്കണമെങ്കിൽ ധാരാളമാണ് വേണം, എങ്കിലേ നടക്കുള്ളൂ. അല്ലാതെ പെട്ടെന്നൊന്നും നടക്കില്ല. അതുപോലെ ഇതിൻ്റെ അകത്തും ഇവർ ഈ നമ്മൾ ചെയ്യുന്ന ചോറ് വെക്കുകയാണെങ്കിൽ വേറെ എന്ത് റെഡി ഉണ്ടാക്കുക എന്തുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും ഇത്തരത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടാണ്
കൃത്രിമ റബ്ബറെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ എല്ലാം വേണ്ട ഈ സൂപ്പർവൈസറും ദല്ലാളിയെല്ലാം അതെല്ലാം ആക്ട് ചെയ്യുന്ന ഒരു ശക്തിയാണ് ഇന്ദ്രൻ എന്ന ഒറ്റ വാക്കുകൊണ്ട് അവരങ്ങ് ഉപയോഗിച്ചു. അവിടെ ഒരു ഇന്ദ്രനുണ്ട്, എല്ലാത്തിനും കേപ്പബിളാണ്. ദല്ലാളപ്പടിയും വേണ്ടിക്ക് ചെയ്യിക്കും പെണ്ണുങ്ങളെ തമ്മിൽ യോജിപ്പിക്കാനും കുട്ടികളുടെ ജീനുകളെ തമ്മിൽ യോജിപ്പിച്ചിട്ട് വേണ്ട തരത്തിലുള്ള സ്വഭാവമുള്ള കുട്ടീനെ എടുക്കാനും, ജീനുകളല്ല ബീജവണ്ടും കൂടി ചേർക്കണമല്ലോ. അവിടെ തന്നെ എത്രയോ കോടിക്കണക്കിനുള്ള വളരെയധികം എണ്ണങ്ങളുണ്ട് അതിൻ്റെ അകത്തുള്ള ബീജങ്ങൾ. അതിൽ നിന്ന് വേണ്ട സ്വഭാവമുള്ളത് ആ ഇന്ദ്രനാണ്. അവിടെ നിന്ന് എങ്ങനത്തെ കുട്ടിയാണ് വേണ്ടത്? ആ കുട്ടിക്ക് നല്ല മൂക്ക് വേണം, നല്ല വെളുത്ത നിറം വേണം, മൂക്കിങ്ങനെ ആയിരിക്കണം. അതിൻ്റെ ജനിതഘടന അനുസരിച്ചാണ് ഉണ്ടാവും. അപ്പം ഈ പുരുഷനുള്ള ബീജത്തിൽ നിന്ന് എത്രയോ ഉള്ള ബീജത്തിൽ നിന്ന് ഇന്ദ്രൻ പോയി അതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്ത് അവന്മാരെ കൊണ്ട് യോജിപ്പിക്കുന്നുണ്ട്. അല്ലാതെ നമ്മളതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുട്ടി നമുക്ക് പറ്റിയിരുന്നെങ്കിൽ നമുക്ക് നമ്മളെ കുട്ടി ഇങ്ങനെ വേണം, ഇത്ര ബുദ്ധി വേണം, അത് വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. അതൊന്നും നടക്കില്ല. പിന്നെ ആരായി ഇതെല്ലാം യോജിപ്പിച്ചെടുക്കുന്ന? പ്രകൃതിയുടെ ആവശ്യമാണ്. കുട്ടിക്ക് എന്ത് സ്വഭാവമാണ്, നാളെ എന്താ ജോലി ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രകൃതി ഇന്ദ്രനെ വിട്ടിരിക്കുകയാണ്. ഇന്ദ്രനാണ് അതെല്ലാം എടുത്ത് അമ്മാരെ തമ്മിൽ വേണ്ട സമയത്ത്, എല്ലാ സമയത്തൊന്നും യോജിപ്പിക്കില്ല. ഇത് വിചാരിക്കുന്ന നിസ്സാര കാര്യങ്ങളൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത്. നമ്മൾ അന്തം വിട്ടുപോകും. അങ്ങനെ ഗാഠമായിട്ട് അതിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് വേദങ്ങളുടെ മഹത്വം, നമ്മൾ ഋഷികളുടെ മഹത്വം, മാനേജ്മെന്റ് സബ്ജക്റ്റ് അതിൻ്റെ അകത്ത് കയറി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. ഇനിയോ 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 103 8 ശുഷ്ണം പിപ്രും കുയവം വൃത്രമിന്ദ്ര യഥാവതീർ വിപുരശംഭുരശംഭരസ്യ തന്നോ മിത്രോ വരുണോ മാമഹന്താം അതിഥീം സിന്ധുപൃഥിവീം ഉദദ്യൗ. ഇന്ദ്രൻ ശുഷ്ണനെയും പിപ്രുവിനെയും കൂയവനെയും വൃത്രനെയും വധിക്കുകയും ശംബരൻ്റെ കോട്ടകളെ തകർക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന സഫലമായി. മിത്രനും വരുണനും അതിഥിയും സമുദ്രവും പൃഥ്വിയും ആകാശവും നമ്മുടെ പ്രാർത്ഥനകളെ അനുമോദിക്കട്ടെ. പലതരത്തിലുള്ള എതിർപ്പുകളെയാണ് ഒരു പുതിയൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അത് പലതരത്തിലുള്ള റിയാക്ഷൻസ്. പുതിയൊരു വസ്തുവാക്കി മാറ്റുമ്പോൾ ദർ ഈസ് എ റിയാക്ഷൻ. ഒരു തമോ ഗുണമുണ്ട്. ആ തമോ ഗുണം പല രൂപത്തിലാണ്. ആ പല രൂപത്തിലുള്ള തമോ ഗുണങ്ങളെയാണ് ഇവിടെ പല പേരിൽ പറയാൻ പോകുന്നത്. ഹേ ഇന്ദ്ര, നീ ശുഷ്ണനെയും, ശുഷ്ണൻ എന്ന് പറയുമ്പോൾ ശുഷ്ടിച്ച ബലങ്ങളുണ്ട്. നമുക്കറിയാം വെള്ളത്തിൻ്റെ അകത്ത് തന്നെ വെള്ളത്തിലെ തന്മാത്രകൾ തമ്മിൽ, തന്മാത്രകൾ സ്റ്റേബിളാണ്. ആ ഓരോ H2O, ഇത് H2O, ഇത് H2O, ഇതിന് ഒറ്റക്ക് നിൽക്കാം. പക്ഷെ എന്നാലും വെള്ളത്തിൽ വരുമ്പോൾ ഇവ തമ്മിലിടക്ക് ദർ ഈസ് എ പൈ ബോണ്ട്. എന്ത് പൈ ബോണ്ട്? പൈ എന്ന് പറഞ്ഞാൽ കാള ബോണ്ട് അല്ലെ പശു ബോണ്ട് എന്താണെന്നെല്ലാം ചോദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ശുഷ്ണൻ എന്ന് പറയുമ്പോൾ ശുഷ്കിച്ച ചില ഫലങ്ങളുണ്ട്. ചില ഫലങ്ങളെ പൊട്ടിക്കാൻ അത്ര പെട്ടെന്നൊന്നും ഇന്ദ്രന് പറ്റില്ല. ഉദാഹരണമായിട്ട് ന്യൂക്ലിയസിനെ പൊട്ടിക്കാൻ ഇന്ദ്രനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ കുറേ മെനക്കെടും. അതാണ് ന്യൂക്ലിയർ ബോംബ്. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകം പോലും നശിച്ചു പോകും. അപ്പം അത് ഇന്ദ്രൻ പൊട്ടിച്ചായിരുന്നു. അതിനുള്ള സയൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ദ്രൻ റെഡിയാണ്. അടിച്ച് പൊള്ളിച്ച് ന്യൂക്ലിയസിനെ പൊട്ടിച്ച് തെറിപ്പിച്ച് തരും. ലോകത്തെ മുഴുവൻ ആളുകളെ മുഴുവൻ കൊന്നെടുക്കും ന്യൂക്ലിയർ ബോംബിലോട്ട്. അതിന് അവൻ തയ്യാറാണ്. അങ്ങനെ പലതരത്തിലുള്ള എതിർപ്പുകളെയാണ്. അപ്പം അതിന് പല പേര് കൊടുക്കണം. എന്തെല്ലാം കൊടുത്തിരിക്കുന്നത്? ശുഷ്ണൻ, വിപ്രു, കൂയവൻ, വൃത്രൻ എന്നിവർ ശംഭരൻ മൂലാവയെ വധിക്കുകയും ശംഭരൻ്റെ കോട്ടകളെ തകർക്കുകയും, ഈ കോട്ട തകർക്കുക എന്ന് പറഞ്ഞാൽ ഈ തന്മാത്രകളെ അടിച്ച് പൊളിക്കുകയാണ്. പാറയിലെ കോട്ട പൊളിക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ്?
കോട്ട കുറേ ആറ്റങ്ങൾ കൂടിയ കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. ആറ്റങ്ങൾ കൂടിയിട്ട് കൂടിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഭയങ്കര ബലമാണ്. അപ്പം അതിനെ പൊട്ടിക്കെട്ടി ഭയങ്കര ശക്തി ഉപയോഗിച്ചിട്ടാൽ ആ കണങ്ങളെല്ലാം പൊട്ടിച്ച് തെറിപ്പിക്കാൻ പറ്റും. ഇതെല്ലാം രാസപ്രവർത്തനമാണ്. തകർക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന സഫലമായി. ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? നമുക്ക് വേണ്ടി. അവൻ്റെ കോട്ട തകർക്കണം. നമ്മൾ കൊണ്ടിട്ട് പീരങ്കി വെച്ച് അടിച്ചു കൊടുക്കും. ഇന്ദ്രൻ അവിടെ പോയിട്ട് ആ പീരങ്കിയിൽ നിന്നുള്ള ശക്തിയെല്ലാം ഉപയോഗിച്ചിട്ട് ആ കല്ലുകളെല്ലാം വേർപെടുത്തി നമുക്ക് കോട്ട തുറന്നു തരും. അതിലെല്ലാം ഏകോപിപ്പിക്കുന്ന അവിടെ എല്ലാം ഒരു ശക്തിയുണ്ട് ആക്ട് ചെയ്യുന്നത്. അത് സയൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിയാണ്. ദർ ഈസ് എ മാനേജ്മെന്റ്. അതാണ് വേദം ഉറപ്പിച്ചു പറയുന്നത്. അപ്പോൾ മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. വരുണനും ഓർബിറ്റുകളെല്ലാം ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതിഥിയും ആദ്യമുഴയിലുള്ള സൃഷ്ടിയുടെ പിന്നിലുള്ള ശക്തി, സമുദ്രവും പൃഥ്വിയും ആകാശവും നമ്മുടെ പ്രാർത്ഥനകളെ അനുബോധിച്ചു. നമ്മൾ ആർക്ക് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്? ആ ശ്രീഹരിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ പരമേശ്വരന് വേണ്ടിയാണ്. അതിനൊരു സുന്ദരമായ ലോകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോഡ് വെട്ടാൻ പാറകളെല്ലാം പൊട്ടിച്ചിട്ട് എല്ലാമാണ് റോഡ് വെട്ടുന്നത്. എല്ലാം ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ അവരെല്ലാം സന്തോഷിക്കും. നമ്മൾ സയൻസിൻ്റെ തത്വത്തിലൂടെ നല്ല റോഡ് പാറകളെല്ലാം പൊട്ടിച്ച് പാറ തുരന്നിട്ട് അതിലൂടെ തുരക്കമുണ്ടാക്കും. ഒരു മല കിടക്കുന്നു, കയറി ഇറങ്ങാനും പറ്റും. അതിനെ തുരന്നെടുത്തിട്ട് നമ്മൾ അപ്പുറം കിടക്കും. അപ്പോൾ പ്രകൃതി അതിൻ്റെ പിന്നിൽ നമ്മളിതിനെ പറഞ്ഞു വിട്ട അദ്ദേഹം, നമ്മളൊരാളെ വിളിച്ചിട്ട് ജോലി ചെയ്യാൻ വിട്ടാൽ അയാൾ ശരിക്കും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാവില്ല. അതുവഴി പ്രകൃതിയിലുള്ള ഈ ശക്തികളെല്ലാം നമ്മളോട് സന്തോഷം ആയിരിക്കും. ഇനി അടുത്ത 104 അത് അടുത്തയിൽ.